ഈ അടുത്ത സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാനാണ് പാർട്ടി എന്ന് കരുതുന്ന ഒരു മനോഭാവം പാടില്ല, പാർട്ടിയാണ് നമ്മളെല്ലാം രൂപപ്പെടുത്തിയതെന്ന്. ഇത് പറയാനിടയായ സാഹചര്യം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കാരണം വെച്ചാൽ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവണതകൾ പാർട്ടിയിലുണ്ട്. ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നന്നാവനും സമ്മതിക്കൂലേ? ഞങ്ങൾക്കറിയാമെന്ന്. ഇത് ഞങ്ങൾ പോകുന്നത് എല്ലാവരും നല്ല രീതിയിലല്ല. കാരണം രണ്ടാം വട്ടം ഭരണം വരുമ്പോൾ ഒരുപാട് ദുഷിപ്പുകളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം, പരിശോധന വേണം. അപ്പം അത് ഉദാഹരണത്തിന് സഹകരണ ബാങ്കുകൾ, നിങ്ങളിവിടെ ഈ കരുവന്നൂർ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും പരിശോധന നടത്താം, എന്തെങ്കിലും ക്രമക്കേടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കുറ്റക്കാരെ ശിക്ഷിക്കാം. ഇത് അടിമുടി ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്. ഈ വ്യക്തി ആരാധനയൊക്കെ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുഴപ്പങ്ങളിൽപ്പെട്ടതാണോ? ഒരു കമ്മിറ്റിയിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക, അതിന് പകരം കമ്മിറ്റിയെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുക. ഏതായാലും മുകളിലൊന്നും അങ്ങനെയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. ഈ കമ്മിറ്റി അല്ലാതെ വേറൊന്നും നേരമില്ലെന്നുള്ളതാണ്. ഞങ്ങളെല്ലാ വെള്ളിയാഴ്ച ഇരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി 2 ആഴ്ച കൂടും, 2 മാസം ചേരുമ്പോൾ കൂടുന്നു. അവിടെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. നേതൃതലത്തിൽ ഈ പിഴവുകൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കീഴ്ഘടകങ്ങളിൽ അവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും. ഈ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ട് പറഞ്ഞല്ലോ, നന്നാകാനും സമ്മതിക്കില്ല എന്ന് താങ്കൾ ചോദിച്ചു. ഈ എന്ത് പ്രശ്നങ്ങളെ കുറിച്ചാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നില്ല. പറഞ്ഞു, രണ്ടാം വട്ടം ഭരണം വരുമ്പോഴത്തേനേ നമുക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വ നിലപാടുകൾ ഉണ്ടാവും, അഴിമതി വരും, പിന്നെ ജനങ്ങളിൽ നകലാം. മനസ്സിലായില്ലേ? അതൊക്കെ വളരെ ജാഗ്രത പുലർത്തി പോകണം. അത് ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. അതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി തിരുത്തേണ്ടതെന്ന് താങ്കൾക്ക് തോന്നുന്ന ഒരു കാര്യം? ഇപ്പോൾ ബാങ്കിൻ്റെ കണ്ടില്ലേ, അപ്പോൾ അടിയന്തരമായി തിരുത്തൽ വേണ്ട കാര്യമാണ്. എല്ലാ ബാങ്കുകളിലും അവിടുത്തെ പാർട്ടി പരിശോധിക്കണം, നമ്മുടെ പ്രതിനിധികൾ പ്രവർത്തിച്ചിട്ടുള്ളത് ശരിയായ രീതിയിലാണോ, അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തണം. ഇപ്പോൾ താഴെത്തട്ടിൽ ഒരുപാട് പണം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയായ രീതിയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. എല്ലായിടത്തും അങ്ങനെയല്ല, തിരുത്തലുകൾ ആവശ്യമുണ്ട്.